നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. നമുക്കെല്ലാവർക്കും തന്നെ പലതരത്തിലുള്ള ഫ്ലാറ്റ് ബ്രെഡുകൾ പരിചയമുണ്ട്. നാൻ, കുബൂസ്, കുൽച്ച ഇതൊക്കെ. ഇതുപോലെയുള്ളൊരു ഫ്ലാറ്റ് ബ്രെഡാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇതിന്റെ പേര് ബാസ്ലമ എന്നാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്കിതിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് ഇളം ചൂടുള്ള പാല് 150 മില്ലി ഒഴിച്ചു കൊടുക്കാം. 150 മില്ലി എന്ന് പറയുമ്പോൾ അര കപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ ആ ഒരളവിൽ പാലെടുക്കാം. ഇതേ അളവിൽ തന്നെ, അതായത് 150 മില്ലി വെള്ളം വേണം. ഇളം ചൂടുള്ള വെള്ളം തന്നെ വേണം. അപ്പോൾ ഇത് രണ്ടും ഇളം ചൂടുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മളിതിലേക്ക് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഈസ്റ്റിന് എപ്പോഴും ഇളം ചൂടുള്ള ഒരു സാഹചര്യമാണ് ഇഷ്ടം. ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നിങ്ങൾ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളത്തിലേക്ക് ചേർത്ത് അതൊന്ന് പതഞ്ഞ് വന്ന ശേഷം വേണം ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് പൊടി ചേർക്കാം. ഇവിടെ 500 ഗ്രാം മൈദയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. ഈ മാവ് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ 1-1.5 മിനിറ്റ് അത്രയും നേരം ഇത് കുഴച്ചെടുത്താൽ മതി. ഇതേപോലെ ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ തവിടെണ്ണോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി എണ്ണ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ചേർന്ന് വരുന്നത് വരെ കുറച്ച് നേരം കൂടി ഒന്ന് കുഴച്ചെടുക്കുക. ഇനി മാവ് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഇതൊരു ഡബിൾ സൈസായി വരുന്നത് വരെ മാറ്റി വയ്ക്കുക. ഞാനിതിപ്പോൾ 2 മണിക്കൂറാണ് മാറ്റി വെച്ചത്. ഇനി പതുക്കെ ഇത് അമർത്തി ഇതിൽ എയർ പുറത്ത് കളഞ്ഞിട്ട് ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം. ഇനി ഇത് ഏകദേശം ഒരേ വലിപ്പം വരുന്ന രീതിയിൽ ഒരു 6 പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക. ഇനി ഇത് ഓരോന്നും ഇതേപോലെ ബോൾ ഷേപ്പ് ആക്കണം. ഇനി ബോൾ ആക്കുന്നത് ഓരോന്നും ഒരു ട്രേയിലേക്ക് വെച്ചിട്ട് അതൊന്ന് മൂടി വയ്ക്കുക. അത് ഡ്രൈ ആയി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മുഴുവൻ മാവും ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്തെടുത്തിട്ട് പരത്തിയെടുക്കുക. ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഒരു അല്പം പൊടി വിതറി കൊടുക്കുക. ഇതിലേക്ക് മാവ് വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ഒരേ കനത്തിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചപ്പാത്തി പരത്തുന്നതിനേക്കാൾ ഒരല്പം കൂടി കട്ടി കൂട്ടിയിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാനായിട്ട് ഒരു കാസ്റ്റ് അയൺ സ്കില്ലറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാൻ ഉപയോഗിക്കാം. അത് ആദ്യം നന്നായിട്ട് ചൂടാക്കണം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ ചൂടായിട്ടുള്ള പാനിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഇത് വെച്ച ഉടനെ തന്നെ ഇതുപോലെ കുമിളകൾ കണ്ടു തുടങ്ങും. ഈ സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡിലും ചെറുതായിട്ട് കുമ്പള വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഈ സമയം ഒരു കുറച്ചുകൂടി കൂടുതൽ സമയം എടുക്കും കുമ്പള വരാനായിട്ട്. ഒരു 25-30 സെക്കൻഡ് അത്ര നേരം വേണ്ടി വരും. ഇതേപോലെ കുമ്പള വന്ന് തുടങ്ങിയാൽ ഇത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് വീർത്ത് വരാനായിട്ട് തുടങ്ങും. ഇതേപോലെ
സാവധാനം നമ്മുടെ സ്പാച്ചുല ഉപയോഗിച്ച് ഒന്ന് പതുക്കെ അമർത്തി കൊടുക്കുക. നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരേ കനത്തിൽ തന്നെ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. പിന്നെ നമ്മുടെ പാനിന് പാകത്തിനൊരു ചൂടുണ്ടാവണം. ഒത്തിരി കൂടുതൽ ചൂടാകാനും പാടില്ല, തീരെ കുറഞ്ഞ ചൂടാകാനും പാടില്ല. ഒരു മിതമായ ചൂടിൽ ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വീർത്ത് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി നേരം നമ്മൾ ഒരു സൈഡ് തന്നെ കുക്ക് ചെയ്താൽ ആ സൈഡ് ഹാർഡായി പോകും. ഈ ബ്രെഡ് ബലൂൺ പോലെ അങ്ങ് വീർത്ത് വന്നതിന് കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ഈ ബ്രെഡ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറാതെ നന്നായിട്ട് കവർ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്തെടുത്ത ഓരോ ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മല്ലിയില തൂവി കൊടുക്കുക. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് അതും കൂടി തൂവി കൊടുക്കുക. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേവിക്കൊപ്പം സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഷവർമയ്ക്കൊക്കെയുള്ള റാപ്പായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.